നമുക്ക് ചില സിനിമകൾ സീരീസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന് തോന്നാറില്ലേ? അതായത് അമ്മാതിരി പൊളി ഐറ്റം, വി ഡോണ്ട് ഡിസേർവ് ദിസ് എന്നൊക്കെ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഇതങ്ങനെ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, 5-6 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് അവസാനം ഇങ്ങനെ തോന്നിയത് എൻ ഗെയിമിൽ അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ്. അപ്പം പറഞ്ഞു വന്നത്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ഞാൻ ആപ്പിൾ TV-യിൽ കണ്ടു. നിങ്ങളൊരു സിനിഫൈൽ ആണെങ്കിൽ, ഹോളിവുഡ് മൂവീസ് കാണുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ സിനിമയുടെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ മസ്റ്റ് വാച്ച് ഐറ്റമാണിത്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയില്ലേ, പക്ഷെ ആരും ഇങ്ങനെ പാമ്പർ ചെയ്ത് നൈസാക്കിയിട്ടൊന്നുമല്ല, എല്ലാവരും കളിയാക്കി കൊന്നിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. സെത്ത് റോഗനാണ് സീരീസിന്റെ വൺ ഓഫ് ദ ക്രിയേറ്റർ. പുള്ളിയാണ് ആ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരുടെ കാസ്റ്റ് ഒക്കെ ഉണ്ട്. മാർട്ടിൻ സ്കോർസേസി ആയിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ റോൺ ഹവാർഡ്, ബ്രയൻ ക്രാൻസ്റ്റൺ, ആരൺ സോർക്കിൻ, അങ്ങനെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഹോളിവുഡിലെ വലിയൊരു സ്റ്റുഡിയോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ, നമ്മൾ ഈ ഓരോ ന്യൂസ് ഒക്കെ കേട്ടിട്ട് ഇവന്മാർക്ക് എന്താ പ്രാന്താണോ എന്നൊക്കെ ചോദിക്കില്ലേ, ആ വാർണർ ബ്രോസിന്റെ ഓരോന്നൊക്കെ കണ്ടിട്ട്, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇവരുടെ ഓരോ തോന്നിവാസങ്ങൾ എല്ലാം ഇങ്ങനെ എണ്ണി കാണിക്കുന്നുണ്ട്. ഇതിൽ ഡാർക്ക് കോമഡിയും സർക്കാസ്റ്റിക് രീതിയിലാണ് കാണിക്കുന്നത്. ഒരു വൺ ഷോട്ട് ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. ദ സ്റ്റുഡിയോ എന്നാണ് സീരീസിന്റെ പേര്. എന്തായാലും കാണണം. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും.